ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ മുതുകുളം വെട്ടത്തുമുക്കിൽ ജീവകാരുണ്യ ചലഞ്ച് നടത്തി. 2 ക്യാൻസർ രോഗികളെ സഹായിക്കാനാണ് ചലഞ്ച് നടത്തിയത്. ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയുടെ 303ാമത് ചലഞ്ച് മുതുകുളം വെട്ടത്തുമുക്കിൽ നടന്നു. 2 ക്യാൻസർ രോഗികളെ സഹായിക്കുവാനാണ് ജീവകാരുണ്യ ചലഞ്ച് നടത്തിയതെന്ന് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു. 303ാമത് ചലഞ്ച് വെട്ടത്തുമുക്കിൽ അവസാനിക്കുമ്പോൾ ഈ ഒരു കൂട്ടായ്മ സന്തോഷത്തിന്റെ കൂട്ടായ്മ ഞങ്ങളുടെ കുടുംബമാണ്. വെട്ടത്തുമുക്കിൽ ഒരു വാർഡിൽ തന്നെ വാർഡ് 3-ൽ ആറാട്ടൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ 2 ക്യാൻസർ പേഷ്യൻ്റാണ്. ആ 2 ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ 10 മണിക്ക് ഉണ്ണിയപ്പ ചലഞ്ച് എന്ന് ഞങ്ങൾ പറഞ്ഞെങ്കിലും കഠിനമായ വെയിൽ, ഇങ്ങനൊരു വെയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഒന്ന് കരിഞ്ഞു പോകുന്ന വെയിൽ. അപ്പോൾ ആ വെയിലത്ത് നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് വൈകിട്ട് 5 മണിക്കാണ് 4 മണി മുതൽ 5 മണിക്ക് മുതലാണ് തുടങ്ങിയത്. 75,510 രൂപ കളക്ട് ചെയ്യാൻ സാധിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം. ഒരു 1000 രൂപ കൊണ്ടൊരു സീമ എന്ന് പറഞ്ഞ ചേച്ചി രാവിലെ പോലും ഇവിടെ വരികയാണ്. പല തവണ വന്നു ഈ വെട്ടത്തുമുക്കിലെ ഉണ്ണിയപ്പ ചലഞ്ച് അറിഞ്ഞുകൊണ്ട്. ഒരു 4 മണിക്ക് വീണ്ടും ആ ചേച്ചി വന്ന് ഒരു 1000 രൂപ തന്നു. ഒപ്പം തന്നെ ഞങ്ങളുടെ പ്രവർത്തകരായ ജോമോൻ ചാൻ അച്ഛൻ പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ഈ വീട്ടുകാരെ കണ്ടെത്താൻ സാധിച്ചത്. വളരെ ബുദ്ധിമുട്ടിലാണ്. 25,000 രൂപ അദ്ദേഹത്തിൻ്റെ ഈ മാസത്തെ കാറ്ററിംഗ് ഭക്ഷണം ഉണ്ടാക്കി നൽകുന്നതാണ്. ഞങ്ങൾക്ക് പല ഭക്ഷണങ്ങളും സൗജന്യമായിട്ട് തരാറുണ്ട് അദ്ദേഹം. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ലാഭത്തിൻ്റെ ഒരു വിഹിതം 25,000 രൂപ ഇതിൽ തന്നു. അങ്ങനെ 37,500 രൂപ വീതം 2 കുടുംബങ്ങൾക്കും നൽകുവാൻ സാധിച്ചു എന്നുള്ള സന്തോഷത്തിലാണ് ഈ വെട്ടത്തുമുക്കിൽ നിന്ന് ഞങ്ങൾ ഇന്ന് പോകുന്നത്. നാളെ വീണ്ടും ഞങ്ങൾ മറ്റു രോഗിയെ സഹായിക്കാൻ സൽക്കാരം നടത്തും. അതിന് അവർ വിളയിക്കാൻ അവിടെ തുടങ്ങി. അവർ നനയ്ക്കുകയാണ്. അവരും പഴവും മിച്ചറും ബിസ്ക്കറ്റും ഉഴുന്നുവടയും ഒക്കെയായിട്ട് ഞങ്ങൾ എരിക്കാവിൽ 1600-ാം നമ്പർ NSS കരയോഗത്തിൻ്റെ ഓഡിറ്റോറിയത്തിൽ നാളെ ഞങ്ങൾ നിൽക്കുകയാണ്. ആൾക്കാരെ ക്ഷണിച്ചിട്ടുണ്ട്. ആ സൽക്കാരവും വിജയിക്കുവാൻ വേണ്ടി നിങ്ങളുടെ സഹായം വേണം. ഈ പൈസ പ്രതീകാത്മകമായി അമ്മ ഏൽപ്പിക്കുന്നു. 2 പേർക്കുണ്ട്. രോഗിയായ മോന് വേണ്ടി ഈ അമ്മ രോഗിയാണ്. 2 പേർക്ക് പൈസ കൊടുക്കുന്നു. ഞാൻ ഈ ഇവരെ കാണിക്കുന്നത് ഇങ്ങനെ വീഡിയോ ഞങ്ങൾ ചെയ്തു എന്ന് പറയാൻ വേണ്ടി ഒന്നുമല്ല. നമ്മൾ റോഡിൽ ഉണ്ണിയപ്പോട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതുകൊണ്ടൊന്നും ആവുന്നില്ലെങ്കിൽ പോലും ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുവാൻ റോഡിൽ ഉണ്ണിയപ്പവും കപ്പലണ്ടിയും ഒക്കെ ആയിട്ട് നിന്നാൽ സാധിക്കും. എല്ലാവരും സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിക്കും. ജനപ്രതിനിധികളായ ശോഭ, സരിത, കരുതൽ പ്രവർത്തകരായ ജോമോൻ, അഷ്റഫ്, സന്തോഷ്, ഇന്ദു സന്തോഷ്, നിയാസ്, ജോസ്, അനീഷ് സേന, മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ് ഹരിപ്പാട്.